ഹായ്. സോ മെയ് 25 ആർ ടി പി വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഇൻകം ടാക്സിൻ്റെ MCQയുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാ തവണയും ആർ ടി പിയുടെ MCQയുടെ ഡിസ്കഷൻ നടത്താറുണ്ട്. അപ്പോൾ ആ MCQയിൽ വന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഫസ്റ്റ് കേസ് സിനാരിയോയിൽ വന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ മാത്രമേ നമ്മുടെ ആർ ടി പിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നതിൻ്റെ ഒരു ഡിസ്കഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ആർ ടി പി പേപ്പർ 3 ടാക്സേഷൻ സെക്ഷൻ എ ഇൻകം ടാക്സ് ലോ. അപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഏത് അസസ്മെൻറ്റ് ഇയർ ആണ് ആപ്ലിക്കബിൾ, ഏത് ഫിനാൻസ് ആക്ട് ആണ് ആപ്ലിക്കബിൾ ആയിരിക്കുക ഈ എക്സാമിന്, ദെൻ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഉണ്ടോ, ഏത് സ്റ്റഡി മെറ്റീരിയൽ ആണ് ഈ ഒരു എക്സാമിന് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. ആർ ടി പി മെയ് 25 ഡയറക്ട് ടാക്സേഷൻ CA ഇൻ്റർമീഡിയറ്റ്. ഫൈനാൻസ് ആക്ട് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത് വേറെ ഏതാണ്, 2024 ആണല്ലേ. ഫൈനാൻസ് ആക്ട് 2024 തന്നെയാണ് മെയ് 25 ആപ്ലിക്കബിൾ ആവുന്ന ഫൈനാൻസ് ആക്ട്. അപ്പോൾ അതിൽ റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ആപ്ലിക്കബിൾ ആവുക. ദെൻ നോട്ടിഫിക്കേഷൻ സർക്കുലർ ഇഷ്യൂഡ് അപ് ടു 31 ഒക്ടോബർ 2024. ഇതുവരെയുള്ള നോട്ടിഫിക്കേഷൻ സർക്കുലേഴ്സ് ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിരിക്കും. ദെൻ അസസ്മെന്റ് ഇയർ ഏതാണ്, 2025-26 തന്നെയാണ്. അസസ്മെന്റ് ഇയർ 2025-26 ആണ് ഈ ഒരു എക്സാമിന് ആപ്ലിക്കബിൾ ആവുക. അതും ആ പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ സ്റ്റഡി മെറ്റീരിയൽ ഒക്ടോബർ 2024 എഡിഷൻ, ഒക്ടോബർ 2024 എഡിഷൻ ആണ്. ആ സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ സ്റ്റഡി മെറ്റീരിയൽ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സാമിന് ആപ്ലിക്കബിൾ ആകുന്ന സ്റ്റഡി മെറ്റീരിയൽ. ദെൻ അത് കഴിഞ്ഞിട്ട് സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ കഴിഞ്ഞ് അടുത്ത സ്റ്റഡി മെറ്റീരിയൽ ഇറക്കുന്നതിന് മുമ്പാണ് എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള അമെൻമെന്റ്സ്, സർക്കുലേഴ്സ്, ഇതെല്ലാം ഒരു സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എന്നുള്ള ഒരു സംഭവം കൂടെ ഇറക്കാറുണ്ട്. സോ നിങ്ങൾ ഒക്ടോബർ 2024 എഡിഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, വേറൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദർ ഈസ് നോ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇഷ്യൂഡ് ഫോർ മെയ് 2025 എക്സാമിനേഷൻ. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെയാണെന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റഡി മെറ്റീരിയൽ, ആർ ടി പി, ഒപ്പം സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡോക്യുമെന്റും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്ത ആ ഒരു പബ്ലിക്കേഷനും കൂടെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഒക്ടോബർ 2024 വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇഷ്യൂഡ് ഫോർ മെയ് 2025 എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത്. അതാണ് ഞാൻ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് ആക്കിയിട്ട് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ചെയ്തിട്ടുള്ളത് MCQ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് സിനാരിയോ, മിസ്റ്റർ രാജിൻ്റെ ഒരു കേസ് സിനാരിയോ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ കേസ് സിനാരിയോ ഒന്ന് വായിച്ചു നോക്കണം. എന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസറിലോട്ട് പോവുക, എന്നിട്ട് ആൻസർ ചെയ്ത് നോക്കുക, ശരിയാണോ നോക്കുക. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറ്. അത് തന്നെ നിങ്ങൾ ഇവിടെയും ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കേസ് സിനാരിയോയിൽ മിസ്റ്റർ രാജ് ഏജ് 30 years, ഇന്ത്യൻ സിറ്റിസൺ ആണ്, കാനഡയിലായിരുന്നു, ദെൻ ഇന്ത്യയിലോട്ട് വന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് MCQ ആയിട്ടുള്ളത്. 5 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഏതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണ് അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനാണ് അല്ലേ. എന്താണ് സെയിൽ ഓഫ് ഡിബെഞ്ചേഴ്സ്, ക്യാപിറ്റൽ ഗെയിന് എന്തിൻ്റെയാണ്, സെയിൽ ഓഫ് ഡിബെഞ്ചേഴ്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിഡക്ഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഡിഡക്ഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് ടാക്സ് ലാബിലിറ്റി. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും അല്ലേ ഒന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ബാക്കിയുള്ളത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ശരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഈസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ രാജ് ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25. ക്വസ്റ്റ്യൻ എന്താണ്, 24-25 പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ രാജിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കേസ് സിനാരിയോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ഏജ് 30 years ആണ്, ഇന്ത്യൻ സിറ്റിസൺ പറഞ്ഞിട്ടുണ്ട്. ക്യാരിങ് മാനുഫാക്ചറിങ് ബിസിനസ്, കാനഡയിൽ മാനുഫാക്ചറിങ് ബിസിനസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് ഫ്രീക്വന്റ്ലി വിസിറ്റ് ഇന്ത്യ ഫോർ ബിസിനസ് പർപ്പസ് ഓൺ റെഗുലർ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് ഇൻ ഇന്ത്യ
ഫസ്റ്റ് ടൈം 21, 22, 22, 23, 23, 24 എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ ആഫ്റ്റർവേർഡ്സ് ഈ ഡിസൈഡ് ടു ക്ലോസ് ഹിസ് ബിസിനസ് ഇൻ കാനഡ ആൻഡ് ഷിഫ്റ്റ് പെർമനന്റ്ലി ഇൻ ഇന്ത്യ, അല്ലെ, പെർമനന്റ്ലി ഇൻ ഇന്ത്യ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ ഇന്ത്യയിലോട്ട് എന്ത് വരികയാണ്? പെർമനന്റ്ലി ഇന്ത്യയിലോട്ട് വരികയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് ഓർത്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അദ്ദേഹം ഇന്ത്യയിലോട്ട് പെർമനന്റ്ലി ഇന്ത്യയിലോട്ട് വന്ന ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ദെൻ ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും കാനഡയിലെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ദെൻ അയാൾക്ക് ഇന്ത്യയിൽ ഹൗസ് പ്രോപ്പർട്ടി ഒന്നും ഇല്ല, അപ്പോൾ റെൻറ്റിനാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മന്ത്ലി റെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ, ഡൊണേഷൻ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ സോ ദീസ് ആർ ഫോർ ഡിഡക്ഷൻ, അല്ലേ. ആ ഒരു പാരഗ്രാഫ് ശരിക്കും നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡിഡക്ഷന് വേണ്ടിയിട്ടുള്ള പാരഗ്രാഫാണ് ആ ഒരു പാരഗ്രാഫ്. ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ നമ്മൾ ആൾറെഡി ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ശരിക്കും ഈ ഒരു പാരഗ്രാഫിലുള്ളത്. അതിന് CIE ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ്, മിസ്റ്റർ രാജ് ഫോളോ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് വാണ്ട്സ് ടു ഒപ്റ്റ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ടാക്സ് റെജിം. അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജിം അല്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 115 BAC അല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും, അല്ലേ. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും ഈ ഒരു കേസ് സിനാരിയോയിൽ ഇല്ല. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ റെസിഡൻസ് സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യത്തെ ഒരു ഏരിയ മാത്രം മതി എന്നുള്ളതാണ്, അല്ലേ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുമ്പോൾ ഏത് പ്രൊവിഷൻ ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇദ്ദേഹത്തിന് ആപ്ലിക്കബിൾ ആകുന്ന പ്രൊവിഷൻ ഏതാണെന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ലത് റെസിഡൻസ് സ്റ്റാറ്റസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിക്യാപിറ്റുലേറ്റിൻ്റെ ഭാഗം തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും എന്നുള്ളതാണ്, അല്ലേ. ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഞാനിതൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്, അല്ലേ. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മുടെ ലേറ്റസ്റ്റ് റിക്യാപിറ്റുലേറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ, അല്ലേ. മെയിൻ കണ്ടീഷൻ ഇതിൽ സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഫിഫ്ത്ത് കോളം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് നോക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നാലായിരിക്കും നമുക്ക് റെസിഡൻസ് സ്റ്റാറ്റസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നോക്കുന്നു 6.1 സെക്ഷൻ 6.1 എന്താ പറയുന്നത്? അതായത് രണ്ടാമത്തെ കോളത്തിൽ ശരിക്കും എന്താ പറയുന്നത്? ഓൾ ഇൻഡിവിജ്വൽ അതർ ദാൻ 3, 4, 5 എന്നാണ്, അല്ലേ. ഓൾ ഇൻഡിവിജ്വൽ അതർ ദാൻ 3, 4, 5 ആണ്. അപ്പോൾ 3 എന്താ പറയുന്നത്? ഇന്ത്യൻ സിറ്റിസൺ ലീവിങ് ഇന്ത്യ ഇൻ റെലവന്റ് പ്രീവിയസ് ഇയർ. അങ്ങനെയാണോ? അല്ല. അയാൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്നും എംപ്ലോയ്മെന്റിനോ അല്ലെങ്കിൽ പുറത്തോട്ട് പോയതാണോ? അല്ല. അയാൾ ആൾറെഡി എവിടെയാണ്? കാനഡയിലാണ്. രണ്ടെന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ഓഫ് പേഴ്സൺസ് ഓഫ് ഇന്ത്യ, persons of Indian origin residing outside India visiting India during the 11 previous year. So രണ്ടാമത്തെ കേസിൽ നമ്മൾ ആലോചിക്കേണ്ടത് വിസിറ്റിംഗ് ഇന്ത്യ എന്നാണെങ്കിലാണ് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവുക, അല്ലേ. പക്ഷേ ഇദ്ദേഹം ഇത്തവണ വിസിറ്റ് ചെയ്യുകയാണോ? വിസിറ്റ് ചെയ്യുകയാണോ? അല്ല. ആണോ? അല്ല. പെർമനന്റ് ആയിട്ട് ഇന്ത്യയിലോട്ട് വരികയാണ്, വിസിറ്റിങ്ങിന് വരുവല്ല. ലാസ്റ്റ് 3 ഇയേഴ്സ് അയാൾ വിസിറ്റിങ്ങിന് വരുമായിരുന്നു. കാനഡയിൽ അയാൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ അയാൾ വിസിറ്റിങ്ങിന് വരുമായിരുന്നു. പക്ഷേ ഇപ്പൊ അദ്ദേഹം വരുന്നത് വിസിറ്റിങ്ങിനാണോടാ? അല്ല, പെർമനന്റാ, അല്ലെ. പെർമനന്റ് ആയിട്ടാ വരുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ കാര്യങ്ങൾ നമ്മളെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വിസിറ്റിംഗ് എന്നുള്ള ഭാഗം ആണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വിസിറ്റിംഗ് അല്ല. അപ്പോൾ ഈ ഒരു കോളം നമുക്ക് ആപ്ലിക്കബിൾ ആവോ? ഇല്ല. ഇത് നമുക്ക്, അല്ലെ, നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പൊ അടുത്തതും എന്താണ്? വിസിറ്റിംഗ് ആണ്, അല്ലെ. ഔട്ട്സൈഡ് ഇന്ത്യ, വിസിറ്റിംഗ് ഇന്ത്യ. അപ്പൊ അടുത്ത കോളം ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ 3, 4, 5 എന്നുള്ള കേസ് ആപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന കേസ് ഇത് തന്നെയാണ്, അല്ലെ. ഈ ഒരു കേസ് തന്നെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗം കാണുന്നുണ്ടല്ലോ, അല്ലെ. ഈ ഒരു കേസ് തന്നെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ഇത് ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണ്? അയാൾ ഇന്ത്യ കഴിഞ്ഞ തവണ എംപ്ലോയ്മെന്റിന് പുറത്തു പോയതല്ല. ഇത് രണ്ടും ആപ്ലിക്കബിൾ അല്ലാത്ത കാര്യം എന്താണ്? 4ഉം 5ഉം ആപ്ലിക്കബിൾ അല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും ഇന്ത്യ വിസിറ്റ് ചെയ്യുവാണെങ്കിലാണ്, പുറത്ത് പെർമനന്റ്ലി നിന്നിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്യുവാണെങ്കിലാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത്തവണ അയാൾ പെർമനന്റ്ലി ഇന്ത്യയിലോട്ട് വരികയാണ്. അപ്പോൾ ഏത് സെക്ഷൻ തന്നെ ആയിരിക്കും അയാൾക്ക് ആപ്ലിക്കബിൾ ആവുക? ഫസ്റ്റ് സെക്ഷൻ തന്നെ ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മൾ നോക്കുക എങ്ങനെയാണ്? 182 ഡേയ്സ് ഉണ്ടെങ്കിൽ റെസിഡന്റ് ആണ്, അല്ലെങ്കിൽ 60 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ, 365 ഡേയ്സ് ഇൻ ദ 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. ഇതാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക. ഇത് ക്ലിയർ ആണോ?
എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രൊവിഷൻ എടുക്കുന്നത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആക്കണം. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ നോക്കാലോ. അപ്പോൾ 182 ഡേയ്സ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. സോ ഇയാളത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നവംബറിലാണ് അയാൾ വരുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് മനസ്സിലാവും. നവംബറിൽ 1 അയാൾ വരുന്നു. നവംബർ 30 ഡേയ്സ് അയാൾ ഇന്ത്യയിലുണ്ട്. ദെൻ ഡിസംബർ 31 ഉണ്ട്, ജാൻ 31 ഉണ്ട്, ഫെബ്രുവരി 28, മാർച്ച് 31, ടോട്ടലി 151 ഡേയ്സ് അയാൾ ഇന്ത്യയിലുണ്ട്. 151. സോ 182 ഡേയ്സ് ഉണ്ട് ഇല്ല. ദെൻ അടുത്ത് നോക്കേണ്ടത് 60 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ, 365 ഡേയ്സ് ഡ്യൂറിങ് 4 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സ് അല്ലേ? അപ്പോൾ 60 ഡേയ്സ് ഉണ്ട്. ഇനി നോക്കേണ്ടത് 4 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സിൽ എത്ര ദിവസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. 23-24 155 ഡേയ്സ് ഉണ്ട്, 22-23 145 ഡേയ്സ് ഉണ്ട്, 21-22 190 ഡേയ്സ് ഉണ്ട് അല്ലേ? 2021 തന്നിട്ടില്ല, പക്ഷേ ഇത് എത്രയുണ്ട്? 490 ഉണ്ട്. നമുക്ക് എത്ര മതി? 365 മതി. അപ്പോൾ 60 ഡേയ്സ് പ്രീവിയസ് ഇയറിലും 365 ഡേയ്സ് ഇതിന് മുമ്പത്തെ 4 വർഷം എടുക്കുമ്പോഴും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അയാൾ റെസിഡന്റ് ആണ്. ക്ലിയർ അല്ലേ? അയാൾ എന്താണ്? റെസിഡന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നത് 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതല്ലേ? 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ. 2 out of 10 പ്രീവിയസ് ഇയർ നോക്കണം. ദെൻ 730 ഡേയ്സ് 7 ഇയേഴ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഇയാൾ ഇന്ത്യയിൽ വന്നത് 21-22 അല്ലെ? ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയത് 21-22 മുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങ് ടോട്ടലി എത്രയേ ഉള്ളൂ? 490 ഡേയ്സ് തന്നെ ഉള്ളൂ. 730 ഡേയ്സ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവോ? ഇല്ല. അപ്പോൾ എന്തായാലും അയാൾ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവില്ല. അപ്പൊ എന്തായിരിക്കും അയാളുടെ സ്റ്റാറ്റസ്? അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് അല്ലേ ആവുള്ളൂ അല്ലേ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റേ ആവുള്ളൂ. സോ ഫസ്റ്റ് കേസിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിരിക്കും ഫസ്റ്റ് കേസിലെ ആൻസർ വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ what is the amount of capital gains chargeable to tax in the answer of Mr. Raj on sale of debentures for the previous year 2024-25 എന്നുള്ളതാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടാക്സ്, സെയിൽ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിന്റെ സെയിലുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് അല്ലേ ഈ ഒരു പാരഗ്രാഫാണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു പാരഗ്രാഫാണ് ശരിക്കും അതുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ ആർ പർച്ചേസ്ഡ് 10,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് AVC പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഓഗസ്റ്റ് 2020 150 ഈച്ച്. എൻ്റെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ അതിൽ 2500 ഡിബഞ്ചേഴ്സ് ഏപ്രിൽ 2024 ദെൻ 7,500 ഡിബഞ്ചേഴ്സ് ഓഗസ്റ്റ് 2024 വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നമുക്കറിയാം ഇറ്റ്സ് അമെൻമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൊവിഷൻ ആണ് അല്ലേ? അമെൻമെന്റ് ഉണ്ട്, ഇതിലൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. സോ അമെൻമെന്റും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ശരിക്കും ഇവിടെ ഉള്ളത്. എന്താണ് അമെൻമെന്റ്? സെക്ഷൻ 50AA അല്ലേ? സെക്ഷൻ 50AA എന്നുള്ള ഒരു സെക്ഷൻ അല്ലേ? എനി ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ് ഓഫ് സ്പെഷ്യൽഫൈഡ് മ്യൂച്വൽ ഫണ്ട് അക്വയർഡ് ഓൺ ആഫ്റ്റർ 1/4/2023 ഓർ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ് ഓർ അൺലിസ്റ്റഡ് ബോണ്ട് ആൻഡ് അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് അല്ലെ? അൺലിസ്റ്റഡ് ബോണ്ടും അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ഓർ റെഡീംഡ് ഓർ മെച്യൂർസ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 അല്ലെ? അൺലിസ്റ്റഡ് ഡിബഞ്ചറോ അല്ലെ? അൺലിസ്റ്റഡ് ഡിബഞ്ചർ അതാണല്ലോ ഇവിടെ നമുക്ക് വരുന്നത്. അത് 23/7/2024 അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ആയിരിക്കും. അത് അതിന്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കിയിട്ടല്ല അവിടെ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ നോക്കുന്നത്. നോർമലി ഇല്ലേ 36 മന്ത്സ് നോക്കുന്ന പീരീഡ് ഉണ്ട്, 24 മന്ത്സ് നോക്കുന്നുണ്ട്, 12 മന്ത്സ് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ 23/7/2024 അതിനുശേഷമോ ട്രാൻസ്ഫർ ചെയ്യുന്ന അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ഗെയിൻ ആൾവേഴ്സ് ഷോർട്ട് ടേം ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രൊവിഷൻ. ഈ പ്രൊവിഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ മൊത്തം 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 2,500 ഡിബഞ്ചേഴ്സ് അല്ലെ ഏപ്രിൽ 2024 വിറ്റത്, അതായത് 23/7/2024 മുമ്പാണ്. അപ്പൊ അവിടെ ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണോ? അല്ല, അവിടെ ഈ പ്രൊവിഷൻ ആപ്ലിക്കബിളേ അല്ല. ഇനി
ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 23/7/2024 ശേഷമാണല്ലോ, ജൂലൈക്ക് ശേഷമാണല്ലോ ഓഗസ്റ്റ് അല്ലേ, 8 അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ 7,500 ഡിബഞ്ചേഴ്സിന്റെ സെയിൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും? ഷോർട്ട് ടേം ആയിരിക്കും. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാലോ അല്ലേ. സോ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ഇൻ സെയിൽ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ നോക്കിയാലോ. എന്താ പറഞ്ഞത്? അൺലിസ്റ്റഡ് ബോണ്ട്, അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ഓർ വിച്ച് ഇസ് redeemed or matured on or after 23/07/2024 would be short term capital gain irrespective of their holding period. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതിൽ 7,500 ഡിബഞ്ചേഴ്സും 23/7/2024 ശേഷമാണ്, ഓഗസ്റ്റിലാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഗെയിൻ ഷോർട്ട് ടേം ആയിട്ടാണ് എടുക്കുക. അത് ആ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് എടുക്കുക എന്നുള്ളതാണ് 50AA പ്രകാരമുള്ള പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ ആണ്, അമെൻഡഡ് പ്രൊവിഷൻ ആണ്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടെ 7,500 ഷെയർസ് ഉണ്ട്. അതിന്റെ സെയിൽ വാല്യൂ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എത്ര രൂപക്കാണ് 7,500 ഡിബഞ്ചേഴ്സ് വിൽക്കുന്നത്? 155 ഈച്ച് ആണ് അല്ലെ, 155 ഈച്ച്. അപ്പൊ ഇവിടെ നമുക്ക് 7,500 ഇൻറ്റു 155 അല്ലെ, എത്ര വരും? 1162,500 കിട്ടും. ദെൻ അടുത്തത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്ലിയർ ആയിട്ട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. എത്ര രൂപക്കാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്? ഓഗസ്റ്റ് 2020 150 റുപ്പീസിനാണ്. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 7,000 എത്ര എവിടെ കിട്ടുക? 7,500 ഇൻറ്റു 150 എത്ര വരും? 112,500. ബാലൻസ് ഉള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ 37,500 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ക്ലിയർ ആണോ? കാൽക്കുലേറ്റർ അടിച്ച് നോക്കാനാട്ടാ, കിട്ടുമോ? 37,500 ഷോർട്ട് ടേം കിട്ടും. ഇനി 2,500 ഡിബഞ്ചേഴ്സ്, അതിന് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണോ? 50AA പ്രകാരമുള്ള അമെൻമെന്റ് അത് ആപ്ലിക്കബിൾ ആണോ? അല്ല. കാരണം അത് 23/7/2024 മുമ്പാണ് ആ ഡിബഞ്ചേഴ്സ് വിറ്റിട്ടുള്ളത്. അതുകൊണ്ട് അതിന് നോർമൽ പ്രൊവിഷനാണ് ആപ്ലിക്കബിൾ. നോർമൽ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ 36 മന്ത്സ് ആണ് അല്ലേ. അപ്പൊ ഇത് വാങ്ങിച്ച വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2020 ഓഗസ്റ്റ്. സോ 2021 ഓഗസ്റ്റ്, 2022 ഓഗസ്റ്റ്, 2023 ഓഗസ്റ്റ് ആകുമ്പോഴേ ലോങ് ടേം ആയി അല്ലെ. ലോങ് ടേം ആയപ്പോൾ ഇത് ലോങ് ടേം ക്യാപിറ്റൽ സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചെയ്യരുത്. ചെയ്താൽ അതും പ്രശ്നമാണ്, നമുക്കറിയാം. ബോണ്ട് ഡിബഞ്ചേഴ്സ് ഇവർക്ക് എന്താ ആപ്ലിക്കബിൾ അല്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടൂല. ഇതും നിങ്ങൾ ഓർത്തോളണം, അല്ലെങ്കിൽ നമ്മൾ ആൻസർ തെറ്റും, ഉറപ്പല്ലേ. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആർക്കും ആപ്ലിക്കബിൾ അല്ല, ബോണ്ടിനും ഡിബഞ്ചേഴ്സിനും ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇവിടെയും നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇത് വിറ്റത് എത്ര രൂപയ്ക്കാണ്? 175. 2,500 ഡിബഞ്ചേഴ്സ് നമ്മൾ വിറ്റത് 175. സോ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 2,500 ഇൻറ്റു 175 4,37,500 വരും അല്ലെ. 2,500 ഇൻറ്റു 175 4,37,500 വരും. ദെൻ കോസ്റ്റ് 150 തന്നെയാണ്. സോ 2,500 ഇൻറ്റു 150 3,75,000 വരും. ഇവിടെ ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? ബോണ്ട് ഡിബഞ്ചേഴ്സ് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടൂല എന്നുള്ള പ്രൊവിഷൻ ഓർത്തോളണം. ഇത് അമെൻമെന്റ് ഒന്നല്ല കേട്ടോ, നേരത്തെ ഉള്ളത് തന്നെയാണ്. ദർ ഈസ് നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഫോർ ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്. സോ ഇതിൽ നിന്ന് 4,37,500 കുറക്കുക. 4,37,500 നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. യു വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 62,500. സോ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ ആദ്യത്തേത് തെറ്റാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 lakh അല്ല. രണ്ടാമത്തെ ലോങ് ടേം ക്യാപിറ്റൽ ലോസും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും 37,500 ആണ്, അതും തെറ്റാണ്. നാലാമത്തതാണ് ശരി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 62,500 ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 37,500. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെ. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. പിന്നെ അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടി. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. പിന്നെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ ഒന്ന് പറയുന്നത് കാനഡയിൽ 15 ലക്ഷം ഉണ്ട്, പക്ഷേ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയതുകൊണ്ട് തന്നെ അല്ലെ, ഇന്ത്യൻ ഇൻകവും ഓൺലി 2 types ഓഫ് ഫോറിൻ ഇൻകം വിൽ ബി ടാക്സബിൾ. ഈ ബിസിനസ് ഇൻകം ടാക്സ് ചെയ്യുമായിരുന്നു ഇന്ത്യയിൽ. എങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും കൺട്രോൾ ചെയ്തതാണെങ്കിൽ, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 15 ലക്ഷം എടുക്കണോ? ഇല്ല. സോ ബിസിനസ് എന്നുള്ള ഹെഡിൽ നമ്മൾ എത്ര എടുത്താൽ മതി? ഈ 5 ലക്ഷം എടുത്താൽ പോരെ? ഈ 5 ലക്ഷം എടുത്താൽ മതി. ഇതാണ് ബിസിനസ് എന്നുള്ള ഹെഡ്. സാലറിയിലൊന്നുമില്ല, ഹൗസ് പ്രോപ്പർട്ടിയിലും ഒന്നുമില്ല.
ദെൻ ക്യാപിറ്റൽ ഗെയിൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് അതേപോലെ ഇങ്ങ് എടുക്കുക. ദെൻ പിന്നെ എന്താ ഉള്ളത്, ഡിഡക്ഷൻ ആണ്. ഡിഡക്ഷൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുമ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ആൾറെഡി കൺസിഡർ ചെയ്തു. രാജ് ഫോളോ ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നും പറഞ്ഞു. ഓക്കെ, ഇത്രയും നമ്മൾ എടുക്കും, വിട്ടുപോകാൻ സാധ്യതയില്ല. സോ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ ഒരു പാരഗ്രാഫിൽ ഒരു കാര്യങ്ങളോട് ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഈസ് ഡ്യൂ ഓൺ 13th June 13th June ആൻഡ് 31st December ഓഫ് എവരി ഇയർ. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. 31st December ആയപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു, എല്ലാ ഡിബെഞ്ചേഴ്സും വിറ്റു. സോ 31st December കിട്ടുന്ന ആ ഇൻട്രസ്റ്റ് വലിയ കാര്യമുണ്ടോ? ഇല്ല, അയാൾക്ക് കിട്ടൂല. കാരണം ഇയാൾ ഫോളോ ചെയ്യുന്നത് ക്യാഷ് ബേസിസ്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. മിസ്റ്റർ രാജ് ഫോളോ ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ എമൗണ്ട് വന്ന എമൗണ്ടിനാണ് ഇയാൾ ടാക്സ് കൊടുക്കുന്നത്. രണ്ടും ചെയ്യാമല്ലോ, ഒരാൾക്ക് ചെയ്യാം. PGBP-യിലും അതർ സോഴ്സിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇയാൾ ഫോളോ ചെയ്യുന്നത് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അയാൾക്ക് ഇത്തവണ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ജൂണിൽ പ്രശ്നമുണ്ട്. ജൂണിൽ അയാൾക്ക് ഈ ഡിബെഞ്ചറിന്റെ 9% ഇൻട്രസ്റ്റ് കിട്ടി കാണണം. എത്ര വരെ കിട്ടി കാണണം? ജൂണിൽ എത്രയാണോ അയാൾ ഹോൾഡ് ചെയ്യുന്നത് അത്രത്തോളം കിട്ടി കാണണം. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ, 10,000 ഡിബെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 2,500 ഡിബെഞ്ചേഴ്സ് ഓൾറെഡി അയാൾ ഏപ്രിലിൽ തന്നെ വിറ്റു. അപ്പൊ ആ 2,500 ഡിബെഞ്ചേഴ്സിന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുമോ? ഇല്ല. ക്ലിയർ ആണല്ലോ? ആ 2,500 ഡിബെഞ്ചേഴ്സിന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുമോടാ? ഇല്ല. പിന്നെ ഏതിനാ കിട്ടുക? 7,500 ഡിബെഞ്ചേഴ്സ് അയാൾ വിൽക്കുന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ ജൂണിൽ ഇൻട്രസ്റ്റ് അതിന് കിട്ടി കാണൂലേ? കിട്ടിക്കാണും. അപ്പൊ അത് നമ്മൾ IFOSൽ കാണിക്കണം. എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ഒരു വർഷം 2 തവണ കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലെ, ഹാഫ് റേറ്റ് അല്ലേ കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലെ, 9%-ന്റെ പകുതിയല്ലേ കിട്ടുന്നുണ്ടാവുള്ളൂ. സോ 7,500 ഇൻറ്റു സാറേ ഏത് വാല്യൂലാണ് നമ്മൾ ചെയ്യുക? എടേ ഏത് വാല്യൂ വേണം നിനക്ക് ഇൻട്രസ്റ്റ് കിട്ടുക? ഫേസ് വാല്യൂമേ അല്ലേ. അപ്പൊ ഇവിടെ തന്ന ഫേസ് വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. സോ 7,500 ഇൻറ്റു എത്ര ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കേണ്ടത്? 7,500 ഇൻറ്റു 100 ഇൻറ്റു 9% ഡിവൈഡ് ബൈ 2, 33,750. ഇത്രയും ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കാണിക്കണം. ദെൻ യു വിൽ ഗെറ്റ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ഇല്ലേ? അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബിസിനസ് ഇൻകം 5 lakhs. എന്തുകൊണ്ട് 15 ലക്ഷം എടുത്തില്ല? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡന്റ് ആണ്. അതുകൊണ്ട് ഫോറിൻ ഇൻകത്തിന് ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ ഏൺ ചെയ്ത ഇൻകം ബിസിനസ് ഇൻകം എടുക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഇൻകം 33,750. എങ്ങനെയാ 33,750 കിട്ടിയത്? നമ്മളെടുത്തിപ്പോൾ ഉള്ളത് 7,500 ഡിബെഞ്ചേഴ്സ് ആണ്. ഇൻറ്റു 100 ആണ് അതിന്റെ ഫേസ് വാല്യൂ, ഇൻറ്റു 9% ആണ് അതിന്റെ ഇൻട്രസ്റ്റ്. പക്ഷെ 6 monthsലാണ് ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഡിവൈഡ് ബൈ 2, 33,750. സോ വാട്ട് വിൽ ബി ദ ഗ്രോസ് ടോട്ടൽ ഇൻകം? 633,750. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? 633,750 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഇപ്പോൾ ആദ്യത്തെ 3 questions ആണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തത്. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റൻ ഏത് നോക്കാം. സോ 4ാമത്തെ ക്വസ്റ്റൻ എന്താണ്? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ ചാപ്റ്റർ 6A ടു മിസ്റ്റർ രാജ് അല്ലേ. സോ 115 BAC ഓപ്റ്റ് ഔട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഡക്ഷൻ അയാൾ എലിജിബിൾ ആണ് അല്ലേ. 115 BAC എടുത്താലാണ് ചില ഡിഡക്ഷൻസ് കിട്ടാത്തത്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. അയാൾ 115 BAC ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ ഇതിൽ ഡിഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് എന്താണ്? ഹി ഡസ് നോട്ട് ഓൺ എനി ഹൗസ് പ്രോപ്പർട്ടി ഇൻ മുംബൈ ആൻഡ് ഈ സ്റ്റേയിങ് എ റെന്റഡ് അക്കോമഡേഷൻ എന്നാണ്. അപ്പോൾ 80GG അതാണല്ലോ റെന്റ് പേരിന് കിട്ടുന്ന ഡിഡക്ഷൻ. അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. പിന്നെ നോക്കേണ്ടത് 80GU ആണ്. 80Gയിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, PM KS ഫണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്, ദെൻ പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ടിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 80Gയിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ എല്ലാ കാൽക്കുലേഷൻസും നോക്കിയാലും നമുക്ക് കിട്ടുന്നത് 5,000 പെർ മന്ത് ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത്. സോ അയാൾ വന്നത് എന്നാണ്? നവംബറിലാണ്. സോ നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് 5 മാസത്തിനാണ് അയാൾ റെന്റ് പേ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. സോ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരുവാണ്. എന്തായിരുന്നു ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A അല്ലെ. 80GG നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടോട്ടൽ ഇൻകം എടുക്കണം. ടോട്ടൽ ഇൻകം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,73,750. അതായത് 80G ആദ്യം എടുക്കണം. 80G എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് PM കെയർ ഫണ്ട് അല്ലെ. PM കെയർ ഫണ്ട് 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. 80G നോക്കുക, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അപ്പോൾ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. കാരണം നോർമലി ഈ ഒരു ഫണ്ടുകളൊക്കെ തന്നെയാണ് വരാറ്. അപ്പോൾ PM കെയർ ഫണ്ട് 100% ഡിഡക്ഷൻ കിട്ടുന്ന കാറ്റഗറി 1 ആണ് അല്ലേ. അപ്പോൾ അതിൽ 50,000 ആണെന്നുണ്ടെങ്കിൽ 50,000 നമ്മൾ ഡിഡക്ഷൻ കിട്ടും. പിന്നെ ഉള്ളത് എന്താണ്? PM ഡ്രോട്ട് റിലീഫ് ഫണ്ട്, അതിൽ 50% എലിജിബിൾ ആവുന്നുള്ളത് അല്ലേ. നമുക്ക് കിട്ടുന്ന എന്തോന്ന് 100% എലിജിബിൾ ആയിട്ടുള്ളത്. 2
50% എലിജിബിൾ ആയിട്ടുള്ളത്. പിന്നെ കാറ്റഗറി 3 100% സബ്ജക്ട് ടു ക്വാളിഫയിങ് ലിമിറ്റ്, ദെൻ 50% സബ്ജക്ട് ടു ക്വാളിഫയിങ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ തന്ന് രണ്ടിരിക്കുന്നതും ക്വാളിഫയിങ് ലിമിറ്റ് അല്ല, ക്വാളിഫയിങ് ലിമിറ്റ് അല്ലാതെ വരുന്ന ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ 100% കിട്ടുന്നതാണ് പി എം കെയർ ഫണ്ട്, അത് 50,000 ഉണ്ട്. ദെൻ 50% പി എം ഡ്രോട്ട് റിലീഫ് ഫണ്ട്, അത് 10,000. ടോട്ടൽ 80Gയിൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്? 60,000. അത് ക്ലിയർ ആണല്ലോ? 60,000. ഇനി നോക്കേണ്ട കേസ് എന്താണ്? 80GG. അപ്പോൾ നമ്മൾ ഈ 60,000 കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ടോട്ടൽ ഇൻകം കാണാൻ. സോ ടോട്ടൽ ഇൻകം കാണുന്നു. ഫസ്റ്റ് ഡിഡക്ഷൻ 25% ടോട്ടൽ ഇൻകം ആണ്, അത് ഇത്രയും വരുന്നുണ്ട്. ദെൻ റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് ടോട്ടൽ ഇൻകം ആണ്, അത് ഇത്രയും വരുന്നുണ്ട്. ലീസ്റ്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക, 5,000 പെർ മന്ത്, 5 മാസം അയാൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. സോ 5 × 5 25,000 ലീസ്റ്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഏതാണ് ഡിഡക്ഷൻ? 25,000. സോ ടോട്ടൽ ഡിഡക്ഷൻ 25,000 പ്ലസ് 60,000, 85,000. സിമ്പിൾ ആണ്, നമുക്ക് പ്രൊവിഷൻസ് അറിയുന്നുണ്ട് എങ്കിൽ അല്ലേ. സോ അപ്പോൾ 25,000 പ്ലസ് 60,000 എത്രയാണ്? 85,000 ആണ് നമുക്ക് കിട്ടുന്ന ചാപ്റ്റർ 6 ഡിഡക്ഷൻ. ഓപ്ഷൻ ഇല്ലേടെ അല്ലേ, നാലാമത്തെ അല്ലേ? 85,000. ഓപ്ഷൻ ബി 85,000. സോ ടോട്ടൽ ഡിഡക്ഷൻ 85,000. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ് ഈ കേസ് സിനാരിയോ ബേസ് ചെയ്തിട്ട്. അതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടാക്സ് ലാബിലിറ്റി ഓഫ് മിസ്റ്റർ രാജ് എന്നാണ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ ഇൻകം അറൈവ് ചെയ്യാൻ പറ്റുക. ടോട്ടൽ ഇൻകത്തിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ലാബിലിറ്റി അറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ടോട്ടൽ ഇൻകം കൺസിഡർ ചെയ്യണം, ഫുൾ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ദെൻ സ്പെഷ്യൽ റേറ്റ് ഇൻകം ഉണ്ടോ നോക്കണം, അതുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം, എന്നിട്ട് വേണം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ. ഇവിടെ എന്തായാലും നമുക്ക് അങ്ങനെ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഓക്കെ. സോ നമുക്ക് കമ്പ്യൂട്ടേഷൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഇത്രയേ ഉള്ളൂ. ടാക്സ് ലാബിലിറ്റി ഓഫ് മിസ്റ്റർ രാജ്, ടോട്ടൽ ഇൻകം 5,48,750. അതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്രയാണ് 633,750 ആണ്. മൈനസ് നമുക്ക് എന്താണ് ഡിഡക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. സോ മൈനസ് 85,000. So 548,750. That is the total income. That is the first part of the question അല്ലേ. ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് അതാണ്, ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നേ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിഡക്ഷൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇൻകം. ഇനി ടോട്ടൽ ഇൻകം നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈ ടോട്ടൽ ഇൻകത്തിന് നമ്മൾ സ്പെഷ്യൽ ഇൻകം ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് അല്ലേ. അത് എത്രയാണ്? 62,500. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 62,500 എന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 62,500 ആണ് സ്പെഷ്യൽ ഇൻകം അല്ലെങ്കിൽ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ഇൻകം. സ്പെഷ്യൽ ഇൻകം അല്ല, സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ഇൻകം എന്ന് പറയുന്നത് 62,500 ആണ്. അപ്പോൾ ഇതിന് 62,500 കുറച്ചാൽ ബാക്കി 4,86,250 ആണ് സ്ലാബ് ഇൻകം വരുന്നത് അല്ലേ. ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? സ്ലാബ് ഇൻകം ആണ്. സോ ടോട്ടൽ ഇൻകം 5,48,000 വരുന്നത് കൊണ്ട് തന്നെ റിബൈറ്റ് ആപ്ലിക്കബിൾ ആണോ? ഇല്ല അല്ലേ. ഇവിടെ 115 BAC അല്ല, 115 BAC ഒപ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിബേറ്റ് വരണമെങ്കിൽ 5 lakhs വരെ റിബേറ്റ് ഉള്ളൂ, 12,500 റിബേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ റിബേറ്റ് ഉണ്ടോ? റിബേറ്റ് ആപ്ലിക്കബിൾ അല്ല. സോ ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം 4,86,250 അത് നോർമൽ സ്ലാബിലാണ് പോവുക. അപ്പോൾ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല, കാരണം ഇയാളുടെ വയസ്സ് 60 വയസ്സിന് മുകളിലൊന്നല്ലല്ലോ, അതിന് താഴെയാണ്. 38 years അങ്ങനെ എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ 2,50,000 തന്നെയാണ് അയാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. സോ ആദ്യത്തെ 2,50,000 ടാക്സ് ഇല്ല, ബാക്കി വരുന്ന 5 ലക്ഷത്തിനുള്ളിലെ ഇൻകത്തിന് 5% സോ നമുക്ക് 4,86,250 അല്ലെ, 4,86,250 മൈനസ് 2,50,000, അപ്പോൾ 2,36,250 വരും. അതിന്റെ 5% എന്ന് പറയുമ്പോൾ 11,812.5 വരും അല്ലെ. 11,812.5 ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് അതുവരെയുള്ള എമൗണ്ട് കിട്ടുക. ദെൻ കഴിഞ്ഞു അല്ലെ, അത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സ്പെഷ്യൽ റേറ്റ്, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആണ്. അത് 62,500 ആണ്. അതിന്റെ പുറത്ത് നമ്മൾ 20% അപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 12,500. രണ്ടും കൂടെ ആഡ് ചെയ്യണം, 11,812.5. സോ ഈ ഒരു എമൗണ്ട് കിട്ടും 24,312.5. ദെൻ നിങ്ങൾ അതിന്റെ കൂടെ 4% സെസ് ആഡ് ചെയ്യണം. ദെൻ യു വിൽ ഗെറ്റ് 25,285 ഐ തിങ്ക് 25,285. സോ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഏതാണ് ഓപ്ഷനിൽ നമ്മൾ ഇതിനോട് അടുത്തിട്ടുള്ള എമൗണ്ട് നോക്കാം. 25,290 ആണ് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുക. ആ ഓപ്ഷൻ നമ്മുടെ അടുത്ത് 25,290. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഒന്ന് അവർ RTPയിലൂടെ അവർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് RTPയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്? അമെൻമെന്റ് ഒന്ന് കവർ ചെയ്തു. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ ശരിക്കും ഈ ഒരു പെർമനൻ്റ്ലി ഇൻ ഇന്ത്യ എന്നുള്ളൊരു വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. ദെൻ ബാക്കിയുള്ളതെല്ലാം ആസ് യൂഷ്വൽ അല്ലേ.
എന്താണ് ക്യാപിറ്റൽ ഗെയിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും നമ്മുടെ 50A എന്നുള്ള സെക്ഷൻ ക്ലിയർ ആയിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 വേറെ ഒന്നുമില്ല, നമുക്കിത് അറിഞ്ഞാൽ പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലോട്ട് പോവാം. ഡിഡക്ഷൻ ശരിക്കും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല, 80GGയും 80Gയും ആണ്. ദെൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്പെഷ്യൽ റേറ്റ് വരുന്നത് എക്സ്ക്ലൂഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ എന്നുള്ളത് അതൊന്ന് ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ശരിക്കും കേസ് സിനാരിയോയിലെ RTP ലെവൽ ക്വസ്റ്റ്യൻ. RTPയിലെ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു, ബൈ.